ഹലോ, ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല, ഈവനിങ് സ്നാക്കായിട്ടും ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളെല്ലാവരും തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ സ്നാക്ക് റെഡിയാക്കാൻ പോകുന്നത്. അതോടൊപ്പം നമുക്കൊരു 3 മുട്ട ആവശ്യമുണ്ട്. അപ്പം നമുക്കത് പൊട്ടിച്ച് വയ്ക്കാം. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു സവാള, അതേപോലെ തന്നെ ഒരു പകുതി ക്യാപ്സിക്കം, ഒരു ചെറിയ തക്കാളി ഇതൊക്കെ ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം ഒരു 1/2 കപ്പ് പാലും കൂടെ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബ്രെഡ് സ്ലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് ഞാനിവിടെ മുറിക്കുന്നത് പോലെ നടുഭാഗം നമുക്ക് ആവശ്യമില്ല എന്നല്ല, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതേപോലെ മുറിച്ചെടുക്കണം. നല്ല സൂക്ഷിച്ച് വേണം കേട്ടോ മുറിച്ചെടുക്കാൻ. ഇങ്ങനെ 4 ബ്രെഡും ഒരുമിച്ച് മുറിച്ചെടുക്കണം എന്നില്ല. ഓരോന്നായിട്ട് മുറിച്ചെടുത്താൽ മതി. കാരണം ഇടയ്ക്ക് വെച്ചിട്ട് അത് വിട്ട് പോകാൻ, അതായത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതേപോലെ പതിയെ പൊക്കിയെടുക്കാം. എൻ്റേത് 4 പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഓരോന്നായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്താലും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ വയ്ക്കാം. ഒന്ന് ലൈറ്റായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്കൊന്ന് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. പാൻ ഭയങ്കരമായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ആ ബ്രെഡും അതേപോലെ ബട്ടറൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ആ ബ്രെഡ് സ്ലൈസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ എഗ് ബാറ്റർ ഇതിലേക്ക് പതിയെ ഒഴിച്ചു കൊടുക്കാം. നിറയ്ക്കണ്ട, ഒരു പകുതി വരെ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഒരുപാട് നിറച്ച പ്രശ്നം എന്താണെന്നറിയോ, ആ സൈഡിൽ കൂടെ ഒലിച്ചിറങ്ങി നമുക്ക് ആ പെർഫെക്റ്റ് ഷേപ്പ് കിട്ടില്ല. 1 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെച്ച ശേഷം ആ ഗ്രേറ്റ് ചെയ്ത ചീസ് നമുക്കിതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ചിരുന്നില്ലേ ആ സ്ക്വയർ ഷേപ്പിൽ ബ്രെഡ്, അത് നമുക്കിതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് പതിയെ പ്രസ് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് ഈ സൈഡ് മറിച്ചിട്ട് കൊടുത്ത ശേഷം മറ്റേ സൈഡും ടോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ 2 ബ്രെഡും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് 2 സൈഡും നല്ല ടോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല, ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ടും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.